അപ്പോ നീ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത് സത്യാണല്ലേ? നോൺസെൻസ്. നിന്റെ ചേട്ടനെ എന്ത് കാര്യം പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ നിനക്ക്. എന്തൊക്കെയായാലും അത് എന്റെ ഏട്ടനല്ലേ. ഈ മേനോൻ ഫാമിലിയിലെ മക്കളുണ്ടല്ലോ, എല്ലാവരും വലിയ ക്രിമിനൽസാ. അവര് പറയുന്നത് നമ്മുടെ ഫാമിലിയെ പറ്റിയ ആണോ? എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഇപ്പോഴത്തേക്കൊന്നും വേണ്ട. നിങ്ങളുടെ ജോലികളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഉത്സവത്തിന് റിലാക്സ്ഡ് ആയിട്ട് വന്നത് തന്നെ വളരെ സന്തോഷം. സർ, ഇന്നലെ രാത്രി നിങ്ങൾ എന്നോട് എന്തോ പറയാൻ വന്നില്ലേ? പക്ഷെ അത് പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേക്കും എന്തെങ്കിലും തടസ്സങ്ങൾ വരും. അതെന്താ കാര്യമെന്ന്? അനു, നമസ്കാരം സർ. നമസ്കാരം. ഇവിടെ വരുന്ന എല്ലാവരെയും നല്ലോണം ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഒരു ചടങ്ങിന് ഇത്രയും വലിയ ചെക്കിങ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നേ. ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് സാർ. സന്തോഷായി. എവിടെ അനുവിന്റെ അച്ഛൻ? ആ, കടയിലും പൂജയുണ്ടല്ലോ. അപ്പോ അത് കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. അനു, സെക്യൂരിറ്റി സാനിറ്റൈസ് ചെയ്ത് സാരി തന്നിട്ടുണ്ട്. പോയി എടുത്തിട്ട് വാ. ഇതാ. ശരി, ഞാനിവിടെ ഉണ്ടാവും. കാണാം. ആ ശരി, എനിക്ക് വേറെ ജോലിയുണ്ട്, പോയിട്ട് വരാം. അമ്മൂന്റെ സാരിയും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. നോക്ക് സുമേഷേ, നമ്മുടെയും അവരുടെയും സെക്യൂരിറ്റീസ് കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ നോക്കേണ്ട ചുമതല നിനക്കുള്ളതാണ്, കേട്ടല്ലോ. ശരി ബോസേ, എല്ലാം നോക്കിയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വട്ടം പോയി നോക്കി വരാനല്ല, ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യണമെന്നാ പറഞ്ഞേ. പിന്നെ ആര്യവർദ്ധന്റെ മേലെ ഒരു കണ്ണുണ്ടായിരിക്കണം. എന്തു പറ്റി ബോസേ? അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? വിൽ യു ജസ്റ്റ് ഷട്ട് അപ്പ് സുമേഷ്? അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതെന്ന് കരുതി പറഞ്ഞതാ. തന്റെ ശ്രദ്ധ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാൻ നിൽക്കണ്ട, മനസ്സിൽ വെച്ചോ. ഒരാഘോഷമല്ലേ, ഒരുപാട് ആളുകൾ വരും. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നടക്കാന്ന് കരുതി വന്നതാ. എന്നിട്ടിപ്പോ നിങ്ങള് മുഖം മൂടി നടക്കുന്ന സെക്യൂരിറ്റീസിനെ നോക്കാനാ എന്നോട് പറയുന്നേ? നോൺസെൻസ്. പറയുന്ന ജോലി ഒരു വട്ടമെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്ക്. ദയവേത് തന്റെ ചളി കോമഡീസ് ഒന്നും ഇവിടെ ഇറക്കി വെക്കരുത്. ഇവിടെ എന്തെങ്കിലും അപകടം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാ പ്രൈവറ്റ് സെക്യൂരിറ്റീസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വേറെ ആരും അറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് അത് അറിയുന്ന ആൾക്കാർ കറക്റ്റ് ജോലി ചെയ്യും. സോറി ബോസ്, ഞാൻ തീർച്ചയായും ചെയ്യാം. നമ്മുടെ ഫാമിലിക്കാണെങ്കിലും ആര്യ സാറിന്റെ ഫാമിലിക്കാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും അറിയാതെ താൻ നോക്കിയിരിക്കണം. ആരും പാനിക് ആവരുത്. ബോസ്, നാട് മുഴുവൻ ഉത്സവത്തിന് വേണ്ടി ലീവാ. എന്റെ ബോസും ഉത്സവം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാ എനിക്ക് മാത്രം ഇന്നും അതേ ഡ്യൂട്ടി. എന്തൊരു വിധിയാ ദൈവമേ എന്റേത്. എന്റെ ഡയലോഗില് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ബോസിന് ഉത്സവ ദിവസം മാത്രമല്ല, ഓഫീസിലും ഹോളിഡേ പോലെ തന്നെയാ. ദൈവമേ, അടുത്ത ജന്മത്തിൽ എനിക്ക് ബോസ് ആയി ജനിക്കാൻ കഴിയണേ. നീ എന്നെ കണ്ടാ ചിരിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എന്തിനാ മുഖം തിരിച്ചു പിടിച്ചിരിക്കുന്നേ? ഞാൻ എന്തിനാ നിന്നെ നോക്കി വെറുതെ ചിരിക്കുന്നേ? നീ എന്താ ഐശ്വര്യ റോയ് ആണോ? ആ, അതിനും മോളിലാ ഞാൻ. കൺകോണിലൂടെ ഒരു ലുക്ക് കൊടുത്താ മതി. എനിക്ക് വേണ്ടി ഹൃദയം പറിച്ചു തരാനുള്ള പയ്യന്മാര് തിക്കും തിരക്കും കൂട്ടും, അറിയാമോ? നോൺസെൻസ് പറയാൻ നിൽക്കണ്ട. എന്റെ വായ എന്റെ ഇഷ്ടം.
നിനക്ക് എന്താ പ്രശ്നം? ഞാൻ സംസാരിക്കും. ശരി, അങ്ങനെ ആവട്ടെ. ആ മരം കണ്ടോ നീ? അതിനോട് സംസാരിക്കേ. എന്നോട് സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ എന്റെ ദൈവമേ, ഇവന്റെ മൂഡ് കണ്ടുപിടിക്കാനായിട്ട് ഒരു മെഷീൻ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേ. അല്ല, ഇന്നലെയൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നന്നായി സംസാരിക്കുകയും ചെയ്തു, വീട്ടിലും ഡ്രോപ്പ് ചെയ്തു. ഇപ്പൊ പെട്ടെന്ന് എന്തു പറ്റി? എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് നിന്റെ തലയിലെ സ്ക്രൂ വല്ലത് ഊരി വീണു പോയോ? നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ എന്നെ സ്വയം കെടുത്തല്ലേ. എനിക്കിവിടെ ചെയ്യാൻ ഒരുപാട് ജോലിയുണ്ട്. ഞാനും എന്റെ ധൈര്യവും ഈ ലോകത്തെ എല്ലായിടത്തും ഫേമസാ. അങ്ങനെയുള്ള എന്നെ തന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കിയിരിക്കുകയാണല്ലേ. കൂടെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ വില അറിയില്ലല്ലോ. കൂടെ തന്നെയുണ്ട് ഞാൻ തന്നെ സംസാരിക്കാൻ വരുന്നുള്ള അഹങ്കാരമല്ലേ നിനക്ക്? നിക്ക്, നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിനക്ക് എന്റെ വില മനസ്സിലാക്കി തരും. വീട്ടിലെ പൂച്ച വാല് മുറിഞ്ഞാലും വേറെ എവിടെ പോവാനാ? ഞാനും ഒന്ന് നോക്കട്ടെ. എനിക്കറിയായിരുന്നു ഞാൻ നിന്നോട് പിണങ്ങി കഴിഞ്ഞാ നിനക്കത് സഹിക്കാൻ പറ്റില്ലെന്ന്. നീ എന്റെ പുറകെ വരുമെന്നു. എന്റെ ക്യൂട്ടി ബോയ് അല്ലേ നീ? നീ റൊമാൻറ്റിക് ആവുന്നതും പട്ടിയുടെ വാതിൽ നേരെയാവുന്നതും ഒരിക്കലും നടക്കാത്ത കാര്യം. അമ്മ അവിടെയുണ്ട്. അമ്മേ, കുറെ നേരം നിങ്ങൾ ഇവർ അന്വേഷിക്കുന്നു. എങ്ങനെയിരിക്കുന്നു സുഹാസിനി? ഞാൻ വന്നപ്പോ തന്നെ നിന്നെ കണ്ടിരുന്നു. സംസാരിക്കാൻ വേണ്ടി നോക്കിയപ്പോ പിന്നെ കണ്ടതേയില്ല. വേദാന്തിനോട് സംസാരിച്ചു. ഇപ്പോ നിന്റെ മോളെയും കണ്ടു. ഞാൻ സുഖമായിരിക്കുന്നു. എത്ര വർഷമായി കണ്ടിട്ടല്ലേ? അതെ, മക്കളെ വളർത്തുമ്പോ അവര് വലിയവരാകുന്നതും അറിയില്ല, കാലം കടന്നു പോകുന്നതും അറിയില്ല. ഓ, നിങ്ങൾ പഴയ ഫ്രണ്ട്സ് ആണല്ലേ? അങ്ങനെ പറയാം. അങ്ങനെയൊന്നുമില്ല. ശരി, നിങ്ങൾ സംസാരിക്കേ. ഞാൻ പോയിട്ട് പിന്നെ വരാം. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നിന്നെ കാണുന്നത്. സന്തോഷം തോന്നുന്നുണ്ട്. ആരോഗ്യമായിട്ടിരിക്കുന്നല്ലേ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോഴല്ലേ നിങ്ങൾ എൻ്റെ മകനെയും മകളെയും പരിചയപ്പെട്ടത്. ഓഫ് കോഴ്സ് ഞാനും സുഖമായിരിക്കുന്നു. എൻ്റെ ബാഗ് കാറിനകത്തിരിക്കെ. നമുക്ക് പിന്നെ കാണാം. എന്തു പറ്റി സുഹാസിനി? ഇവിടെ തന്നെ നിന്നുപോയെന്താ? അത് ബാഗ് ഇവിടെ തന്നെയുണ്ട്. എന്തോ പെട്ടെന്നൊരു തലവേദന. പോയി കുറച്ച് റെസ്റ്റ് എടുക്കൂ. വൈകാതെ തന്നെ ഗണേശ വിഗ്രഹം വരും. അപ്പൊ വന്നാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നെയാണ് തിരയുന്നതെങ്കിൽ 100 ആയുസ.
എനിക്ക്. എന്താ സുഖമാണോ മാഡം? എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്നെ അറിയാലോ അല്ലേ? ജയൻ, കേശവ് ജയൻ. ഇപ്പൊ ഓർമ്മ വന്നോ? ദൈവം മറവി എന്നൊരു വരം നമുക്ക് തന്നിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അത് വളരെ ശരിയുമാണ്. ഗണേശനെ കൊണ്ടുവരുന്നുണ്ട്. അത് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. വേറെ ഒന്നുമില്ല. താങ്ക്സ്. പൂജയ്ക്ക് നിവേദ്യമായി 2 മധുരപലഹാരം കൂടെ അധികം ഉണ്ടാക്കി വെക്കായിരുന്നു. എന്നാ അവര് പൂജയ്ക്കായിട്ട് വലിയ വലിയ ഗിഫ്റ്റ് ആക്കിയിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. പുഷ്പ, എന്താ ഇത്? എല്ലാരും സന്തോഷത്തോടു കൂടി വിഗ്രഹം കൊണ്ടുവരുന്നു. നീ മാത്രം എന്താ ഇവിടെ ഇരിക്കുന്നത്? അത് ദൈവത്തിന് നിവേദ്യമായിട്ട് മുറുക്ക്, ലഡു, അപ്പം എല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടു വന്നിട്ടുണ്ട്. ആണോ? എനിക്ക് സന്തോഷായി. വിഗ്രഹം പൂജിക്കാനായി വെക്കുമ്പോ ഇതെല്ലാം മുമ്പിൽ കൊണ്ടുപോയി വെക്കണം. അമ്മ, നിങ്ങൾക്ക് നല്ല അറിവുണ്ടല്ലോ. നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്ന പോലെ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ലല്ലോ. ഞാൻ കൊണ്ടുവന്നത് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് വെറുതെ മോശം പറയിപ്പിക്കണോ? വെറുതെ ഓരോന്നെ ആലോചിച്ച് വിഷമിക്കണ്ട പുഷ്പ. എത്ര വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടെങ്കിലും നിവേദ്യമല്ലേ പ്രിയം? ഞങ്ങളുടെ കയ്യിലും അവരുടെ കയ്യിലും നിവേദ്യമായിട്ട് ഒന്നുമില്ല. വേണ്ടമ്മേ, വെറുതെ എല്ലാവരും കൂടി കളിയാക്കും. ഇതൊക്കെ ദൈവത്തിന്റെ മുന്നിൽ വെച്ചിട്ട് വെറുതെ പരിഹസിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇത് കൊണ്ടുപോകാതിരിക്കുന്നതല്ലേ. ഇതിപ്പോ അങ്ങോട്ട് കൊണ്ടുപോകണ്ട അമ്മേ. പുഷ്പ,
ദൈവം ഒരിക്കലും ആരെന്താണ് തന്നതെന്ന് നോക്കിയില്ല. മാത്രമല്ല ദൈവത്തിന് അതിന്റെ ആവശ്യവും ഇല്ല. എത്രയോ തവണ തുലാഭാരം നടക്കുന്ന സമയത്ത് തട്ടിൽ എന്തൊക്കെ വെച്ചാലും സമമാകാതെ വരുമ്പോ തട്ടിലേക്ക് ഒരു കുഞ്ഞു തുളസിയില ഭക്തിയോടെ വെക്കുമ്പോ സമമാകാറില്ലേ? ദൈവത്തിന് വേണ്ടത് മനസ്സിൽ എത്ര ഭക്തിയുണ്ടെന്നുള്ള കാര്യം മാത്രമാണ്. അനാവശ്യമായ കാര്യങ്ങളൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ആർക്ക് വേണമെങ്കിലും ദൈവത്തെ ഭക്തിയോടെ പൂജിക്കാമെന്നല്ലേ? അവരെല്ലാവരും അനുഗ്രഹത്തിന് യോഗ്യരാണെന്നാണ് അതിന്റെ അർത്ഥം. വിഗ്രഹം എത്തിക്കഴിഞ്ഞു, വേഗം വാ. അമ്മ പറയുന്നതും ശരിയാണല്ലോ. പക്ഷെ വേണ്ട, എനിക്കെന്തോ പേടിയാവുന്നു. ഇതൊക്കെ ആരും കാണാതെ എവിടെയെങ്കിലും എടുത്തു വെച്ചേക്കാം.
ഗണപതി ബപ്പ